ചാണ്ടിയുമ്മൻ ഈ ഇലക്ഷനിലൊരു മോഡലായിരുന്നു. അത് പഞ്ചറാകാത്ത ടയറുള്ള ഒരു സൈക്കിളുമായിട്ട് വോട്ടർമാരെ സ്വാധീനിച്ചു. വളരെ ഫ്ലക്സ് വെച്ചില്ല, ചിലവ് ഒന്നുമില്ലായിരുന്നു, ചിലവില്ല അല്ലേ. സാധാരണ ചിലവായും പോകും, പല വായിലും പോകും. ഈ ഇലക്ഷൻ കാലത്ത് ഒരു വായിലും പോയില്ല. അല്ല, ഞാൻ അടുത്ത വർഷമൊക്കെ അടുത്ത തവണയൊക്കെ അങ്ങനെ നടത്തിയ പോലെ എൻ്റെ തീരുമാനം ശരിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കാൻ ബാലൻസ് വന്നിരിക്കുകയാണ്. വിവരക്കേടാന്നാലും പറഞ്ഞോ. അല്ല, തുടക്കത്തിൽ ആൾക്കാരത് എഗ്രി ചെയ്തില്ല. അത് സൈക്കിളിനൊക്കപ്പുറം ഫ്ലക്സും ബാനറൊന്നും വേണ്ട. എന്നോട് ഒരാൾ പറഞ്ഞറിയോ, നമ്മൾ ലൈവ് കാണിച്ച് ചാണ്ടിയുമ്മനെ പ്രശംസിച്ചു. ചുമ്മാ കിട്ടിയൊരു അവസരം ഞാൻ ഇത്തിരി പ്രശംസ കൂട്ടി. ഒരാൾ അയക വട്ട. അല്ല, അതിന് വർഷങ്ങളായി പറയുന്ന കാര്യമോട് കുഴപ്പമില്ല. അതൊരു പുതിയ കാര്യമല്ലേ, പുതിയ കാര്യമല്ല. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നടന്നാൽ അപ്പം ആൾക്കാർ എന്തോ ഒരു നട്ടായി. അത് മഹാത്മാഗാന്ധിയെ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം നിങ്ങളെ നോക്കി കളിയാക്കും, പിന്നെയാണ് നിങ്ങൾ ജയിക്കുന്നത്. അതുകൊണ്ട് ജയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ യഥാർത്ഥത്തില് ചാണ്ടിയുമ്മനെ നേരിട്ട് പ്രശംസിച്ചില്ല. താങ്കൾ ചെയ്ത ഒരു ഉഗ്രം പൊളിറ്റിക്കൽ മോഡലാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയൊന്നും ഫ്ലക്സ് വെക്കേണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്കറിയാമെങ്കിൽ ജനങ്ങളുടെ വോട്ട് സ്ഥാനാർത്ഥി കിട്ടും. ജനങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ഒരു മൂലയ്ക്ക് ഇരുത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞേക്കുന്നത് ഏറ്റവും തിരിച്ചറിവുള്ള വോട്ടർമാർ കേരളത്തിലാണ്. വീട്ടിൽ ഇരുത്തേണ്ടവനെ വീട്ടിൽ ഇരുത്തും, നിയമസഭയിൽ അയക്കേണ്ട നിയമസഭയിൽ മന്ത്രി കസേര ഇരുത്തുന്നവനെ ഇരുത്തും. ഒരു സംശയമില്ല. ആരെ ജനങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചൊന്ന് പറഞ്ഞു, അവരൊന്ന് ആവേശം കൊള്ളട്ടെ. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എനിക്ക് വന്നുകൊണ്ടാണ്. കാരണം ഞാൻ 2.5 വർഷം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഉറപ്പാണ്, കാരണം ജനങ്ങളുടെ പൾസ് എനിക്കറിയാം. എനിക്ക് ആ വികാരം കിട്ടിയതുകൊണ്ടും അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു? ഒരു പേടിയില്ല. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടാണോ കഴിഞ്ഞ തവണ? അതോ അല്ല, എനിക്ക് ഫാദറിന്റെ ഒരു കെയർ ഓഫ് ഇപ്പോഴും കിടക്കുന്നു? അല്ല, ജനങ്ങളെ എന്നോടൊപ്പം ഉണ്ടെന്നുള്ളത് ഞാൻ കാണുന്ന കാര്യമല്ലേ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 കോടി രൂപയുടെ പ്രോജക്റ്റ് MLA ആയി ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിപക്ഷത്തെ MLA ആയിട്ട്. എന്റെ മണ്ഡലത്തിൽ ആൾക്കാരിൽ നിന്ന് പ്രൈവറ്റ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ 50ഓളം വീടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് ഓൾമോസ്റ്റ് 4 crores ആണ്. അത് ഞാൻ കാശ് മേടിക്കുന്നില്ല, ഡയറക്റ്റ് ബെനിഫിഷ്യറിക്കാണ് പോകുന്നത്, അതല്ല കോൺട്രാക്ടറിനാണ് പോകുന്നത്. അപ്പം അങ്ങനെ ജനങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടും പിന്നെയും ഒരു സ്വപ്നം കണ്ടു, 200 വീട് എന്നുള്ള സ്വപ്നം. ആ വർക്കിനാണ് ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഫ്ലെക്സും ബാനറും ശരിക്കും ഒഴിവാക്കിയത്. അപ്പം പൈസ കിട്ടി, എനിക്കത് ലാഭിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും.